ഫെബ്രുവരി 18, 1930. ഈ ദിവസമാണ് പ്ലൂട്ടോ എന്ന പേരിൽ ഇന്നറിയപ്പെടുന്ന സൂര്യന് ചുറ്റും കറങ്ങുന്ന മറ്റ് ഗ്രഹങ്ങൾക്ക് സമാനമായ പ്രപഞ്ചത്തിലെ ഒരു വസ്തുവിനെ ആദ്യമായി കണ്ടെത്തുന്നത്. പ്ലൂട്ടോ എന്ന ഗ്രഹത്തിൻ്റെ കണ്ടെത്തലിൻ്റെ കഥ. ഈ കഥ വെറുതെ ഒരു ഗ്രഹം കണ്ടെത്തിയ കഥ മാത്രമല്ല, ഇത് ഒരു യുവാവിൻ്റെ സ്വപ്നത്തിൻ്റെയും അശ്രാന്ത പരിശ്രമത്തിൻ്റെയും അപാരമായ ക്ഷമയുടെയും കഥയാണ്. 1930 ഫെബ്രുവരി 18 അരിസോണയിൽ സ്ഥിതി ചെയ്യുന്ന ലോവൽ ഒബ്സർവേറ്ററിയിൽ ഒരു 24-കാരനായ യുവാവ് തൻ്റെ ജോലിയിൽ മുഴുകിയിരിക്കുകയായിരുന്നു. അയാളുടെ പേര് ക്ലൈഡ് ടോംബോ. ഒരു കർഷകൻ്റെ മകൻ, ഔപചാരിക ജ്യോതിശാസ്ത്ര വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത ഒരാൾ. എന്നാൽ ആ ദിവസം അവൻ ചെയ്യാൻ പോകുന്നത് മനുഷ്യ ചരിത്രത്തിൽ എന്നേക്കും നിലനിൽക്കുന്ന ഒന്നായിരുന്നു. ക്ലൈഡ് ടോംബോയുടെ കഥ ആരംഭിക്കുന്നത് കാൻസാസിലെ ഒരു ചെറിയ ഫാമിൽ നിന്നാണ്. 1906 ഫെബ്രുവരി 4 ജനിച്ച ക്ലൈഡിന് കുട്ടിക്കാലം മുതൽ തന്നെ ആകാശത്തോടും നക്ഷത്രങ്ങളോടും അപാരമായ താൽപ്പര്യമായിരുന്നു. തൻ്റെ അമ്മാവനും അച്ഛനും ചേർന്നുണ്ടാക്കിയ ഒരു ചെറിയ ടെലിസ്കോപ്പ് വഴിയാണ് അവൻ ആദ്യമായി ആകാശത്തെ നോക്കിക്കണ്ടത്. ആ നിമിഷം അവൻ്റെ ജീവിതം മാറി. നക്ഷത്രങ്ങളുടെ തിളക്കം, ഗ്രഹങ്ങളുടെ അനക്കം, ചന്ദ്രൻ്റെ ഗർത്തങ്ങൾ എല്ലാം അവനെ മയക്കി. എന്നാൽ ഒരു കർഷക കുടുംബത്തിൽ നിന്നുള്ള ക്ലൈഡിന് കോളേജിൽ പോകാൻ പണമില്ലായിരുന്നു. പകരം അവൻ സ്വയം ടെലിസ്കോപ്പുകൾ നിർമ്മിക്കാൻ തുടങ്ങി. പഴയ കാറുകളുടെ ഭാഗങ്ങളും മെഷീൻ പാർട്സും ലെൻസുകളും അവൻ ഉപയോഗിച്ചു. അവൻ വാനത്തെ നിരീക്ഷിച്ച് വരച്ച ചിത്രങ്ങൾ ലോവൽ ഒബ്സർവേറ്ററിയിലേക്ക് അയച്ചു. ആ ചിത്രങ്ങളുടെ ഗുണനിലവാരം കണ്ട് അവിടുത്തെ ഡയറക്ടർ VM സ്റ്റൈഫർ ആശ്ചര്യപ്പെട്ടു. 1929 ജനുവരിയിൽ ക്ലൈഡിന് ലോവൽ ഒബ്സർവേറ്ററിയിൽ ഒരു ജോലി വാഗ്ദാനം ചെയ്തു. എന്നാൽ അവിടെ അവനെ കാത്തിരുന്നത് ഒരു വിഷമകരമായ ജോലിയായിരുന്നു. പ്ലാനറ്റ് എക്സ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന രഹസ്യമായ 9ാമത്തെ ഗ്രഹത്തെ തിരയുക എന്നതായിരുന്നു അവൻ്റെ ചുമതല. ഈ ആശയം ആദ്യം ഉയർത്തിയത് ബിസിനസ്സുകാരനും ജ്യോതിശാസ്ത്രജ്ഞനുമായ പെർസിവൽ ലോവൽ ആയിരുന്നു. യുറാനസിൻ്റെയും നെപ്റ്റ്യൂണിൻ്റെയും പരിക്രമണ പഥത്തിൽ കാണപ്പെടുന്ന ചില അസാധാരണതകൾ സൂചിപ്പിക്കുന്നത് അവിടെ എവിടെയോ മറ്റൊരു ഗ്രഹം ഉണ്ടെന്നായിരുന്നു. ലോവൽ 1916 മരിച്ചു. പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്വപ്നം വീണ്ടും തുടർന്നു. തത്വത്തിൽ ക്ലൈഡിൻ്റെ ജോലി ലളിതമായിരുന്നു, എന്നാൽ പ്രയോഗത്തിൽ അതിദുഷ്കരമായിരുന്നു. ആകാശത്തിൻ്റെ ഒരേ ഭാഗത്തെ വ്യത്യസ്ത രാത്രികളിൽ ഫോട്ടോ എടുക്കണം, സാധാരണയായി ഒരാഴ്ച ഇടവിട്ട്. ഓരോ ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിലും ലക്ഷക്കണക്കിന് നക്ഷത്രങ്ങൾ ഉണ്ടാകും. പിന്നെ അയാൾ ഒരു ബ്ലിങ്ക് കമ്പാരേറ്റർ എന്ന ഉപകരണം ഉപയോഗിച്ച് 2 പ്ലേറ്റുകൾ താരതമ്യം ചെയ്യണം. ഈ ഉപകരണം 2 ഫോട്ടോകൾ വേഗത്തിൽ മാറി മാറി കാണിക്കും. നക്ഷത്രങ്ങൾ സ്ഥിരമായി നിൽക്കും, പക്ഷേ എന്തെങ്കിലും നീങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഒരു സ്ഥാനത്ത് നിന്ന് മറ്റൊന്നിലേക്ക് ചാടുന്നതായി കാണപ്പെടും. ലക്ഷക്കണക്കിന് പ്രകാശബിന്ദുക്കൾക്കിടയിൽ നിന്ന് ഒരു ചെറിയ പാടിനെ കണ്ടെത്തണം. അത് ചെറുതായെങ്കിലും നീങ്ങിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. അതും മണിക്കൂറുകളോളം, ദിവസങ്ങളോളം, മാസങ്ങളോളം. പലപ്പോഴും ആസ്ട്രോയിഡുകൾ തെറ്റായ പ്രതീക്ഷകൾ നൽകും. ഫോട്ടോഗ്രാഫിക് പ്ലേറ്റുകളിലെ തകരാറുകൾ വ്യാജ സിഗ്നലുകൾ സൃഷ്ടിക്കും. എന്നാൽ ക്ലൈഡ് ശ്രമം ഉപേക്ഷിച്ചില്ല. 1930 ജനുവരി 23 29 അദ്ദേഹം ക്യാൻസർ രാശിയുടെ പ്രദേശത്ത് ഡെൽറ്റ ജെമിനോറം എന്ന നക്ഷത്രത്തിന് സമീപം ഫോട്ടോകൾ എടുത്തു. പിന്നീട് അത് വികസിപ്പിച്ച് പ്രോസസ്സ് ചെയ്തു. ഫെബ്രുവരി 18, 1930 ഉച്ചയ്ക്ക് ശേഷം ക്ലൈഡ് തൻ്റെ ബ്ലിങ്ക് കമ്പാരേറ്ററിന് മുന്നിൽ ഇരുന്നു. ജനുവരി 23 29 പ്ലേറ്റുകൾ താരതമ്യം ചെയ്യുമ്പോൾ പെട്ടെന്ന് അവൻ അത് കണ്ടു.
ഒരു ചെറിയ പ്രകാശബിന്ദു. അത് നീങ്ങി മുന്നോട്ടും പിന്നോട്ടും ചാടുന്നത് പോലെ തോന്നി. അവൻ്റെ ഹൃദയമിടിപ്പ് കൂടി. ഇത് സാധാരണ നക്ഷത്രമല്ല, ഇത് ആസ്ട്രോയിഡ് അല്ല. കാരണം അതിൻ്റെ ചലനം തികച്ചും ശരിയായ വേഗതയിലായിരുന്നു. നെപ്റ്റ്യൂണിന് അപ്പുറമുള്ള ഒരു വസ്തുവിന് പ്രതീക്ഷിക്കാവുന്നത്. അവൻ മറ്റ് പ്ലേറ്റുകളും പരിശോധിച്ചു. അതെ, ഓരോന്നിലും അത് നീങ്ങിയിരിക്കുന്നു, ശരിയായ ദിശയിൽ, ശരിയായ വേഗതയിൽ. ക്ലൈഡിന് വിശ്വസിക്കാൻ സാധിച്ചില്ല. താൻ ഒരു പുതിയ ലോകം കണ്ടെത്തിയിരിക്കുമോ? അയാൾ ഡയറക്ടർ സ്റ്റൈഫറിനെ വിളിച്ചു. അവർ ഒരുമിച്ച് വീണ്ടും പരിശോധിച്ചു. സംശയമില്ല, അത് ഒരു പുതിയ ഗ്രഹമായിരുന്നു. പെർസിവൽ ലോവലിൻ്റെ പ്ലാനറ്റ് എക്സ് കണ്ടെത്തിയിരിക്കുന്നു. എന്നാൽ അവർ അത് ഉടൻ പ്രഖ്യാപിച്ചില്ല. കൂടുതൽ നിരീക്ഷണങ്ങളും സ്ഥിരീകരണവും ആവശ്യമായിരുന്നു. അടുത്ത ആഴ്ചകളിൽ അവർ ഈ ചെറിയ പ്രകാശബിന്ദുവിനെ തുടർച്ചയായി നിരീക്ഷിച്ചു. അതിൻ്റെ ഭ്രമണപഥം കണക്കാക്കി. ഇത് നെപ്റ്റ്യൂണിനപ്പുറം സൂര്യനെ ചുറ്റുന്ന ഒരു വസ്തുവായിരുന്നു. ഒടുവിൽ ഈ കണ്ടെത്തലിനെക്കുറിച്ച് മാർച്ച് 13, 1930 അവർ ലോകത്തോട് പ്രഖ്യാപിച്ചു. അത് ആകസ്മികമായി തിരഞ്ഞെടുത്ത തീയതിയായിരുന്നില്ല. ഈ തീയതി വില്യം ഹെർഷൽ യുറാനസ് കണ്ടെത്തിയതിൻ്റെ 149-ാം വാർഷികമായിരുന്നു. അതുപോലെ തന്നെ പെർസിവർ ലോവലിൻ്റെ 75-ാം ജന്മദിനവും. വാർത്ത ലോകമെമ്പാടും പടർന്നു. പത്രത്തിൽ തലക്കെട്ടുകൾ വന്നു. ഒരു 24-കാരൻ പുതിയ ഗ്രഹം കണ്ടെത്തി. ടെലിഗ്രാമുകളും അഭിനന്ദനങ്ങളും ലോവൽ ഒബ്സർവേറ്ററിയിൽ കൂട്ടം കൂടി. ക്ലൈഡ് ടോംബോ ഒറ്റ രാത്രി കൊണ്ട് പ്രശസ്തനായി. എന്നാൽ ഈ പുതിയ ഗ്രഹത്തിന് എന്ത് പേരാണ് വിളിക്കേണ്ടത്? ലോകമെമ്പാടും നിന്നും ആയിരക്കണക്കിന് നിർദ്ദേശങ്ങൾ വന്നു. ഒടുവിൽ ഇംഗ്ലണ്ടിലെ ഓക്സ്ഫോർഡിലെ 11 വയസ്സുള്ള ഒരു പെൺകുട്ടി വെനീഷ്യ ബെർണി നിർദ്ദേശിച്ച പേര് തിരഞ്ഞെടുത്തു. പ്ലൂട്ടോ, റോമൻ പാതാള ദേവതയുടെ പേര്. ഇരുണ്ടതും വിദൂരവുമായ ഈ ലോകത്തിന് തികച്ചും യോജിച്ച പേര്. കൂടാതെ PL എന്ന അക്ഷരങ്ങൾ പെർസിവർ ലോവലിൻ്റെ ഇനീഷ്യലുകൾ കൂടിയായിരുന്നു. ക്ലൈഡ് ടോംബോയുടെ കണ്ടെത്തൽ വെറും ഭാഗ്യമായിരുന്നില്ല. അദ്ദേഹം ഏകദേശം 7000 സ്ക്വയർ ഡിഗ്രി ആകാശം പരിശോധിച്ചു. 9000-ഓളം ആസ്റ്ററോയിഡുകൾ തിരിച്ചറിഞ്ഞു. 5 ദശലക്ഷത്തിലധികം നക്ഷത്രങ്ങൾ പരിശോധിച്ചു. ഇതെല്ലാം കമ്പ്യൂട്ടറുകളുടെ കാലത്തിന് വളരെ മുൻപ് സ്വന്തം കണ്ണുകൾ കൊണ്ട് അതിശയകരമായ ക്ഷമയോടെയാണ് ചെയ്തത്. ക്ലൈഡ് 1997 വരെ ജീവിച്ചിരുന്നു. 90 വർഷം. തൻ്റെ ജീവിതകാലം മുഴുവൻ അദ്ദേഹം ജ്യോതിശാസ്ത്രത്തിന് സംഭാവന ചെയ്തു. പിന്നീട് യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിച്ചു. എന്നാൽ പ്ലൂട്ടോയുടെ കണ്ടെത്തലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സംഭാവന. എന്നാൽ പ്ലൂട്ടോയുടെ കഥ അവിടെ അവസാനിച്ചില്ല. പിന്നീടുള്ള വർഷങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ അതിനെക്കുറിച്ച് വന്നു. അത് വളരെ ചെറുതാണെന്ന് കണ്ടെത്തി. ചന്ദ്രനേക്കാൾ ചെറുത്. പ്ലൂട്ടോയ്ക്ക് 5 അറിയപ്പെടുന്ന ചന്ദ്രന്മാരുണ്ട്. ഏറ്റവും വലുത് ചാരോൺ, പ്ലൂട്ടോയുടെ പകുതി വലിപ്പം. യഥാർത്ഥത്തിൽ പ്ലൂട്ടോയും ചാരോണും ഒരു ഇരട്ട സിസ്റ്റമാണ്. അവ പരസ്പരം ചുറ്റുന്നു. മറ്റ് 4 ചന്ദ്രന്മാർ സ്റ്റിക്സ്, നിക്സ്, കെർബറോസ്, ഹൈഡ്ര വളരെ ചെറുതാണ്. ക്രമരഹിതമായ ആകൃതിയിലാണ്. ഇവയെല്ലാം പ്ലൂട്ടോ സംവിധാനത്തെ വളരെ സങ്കീർണവും രസകരവുമാക്കുന്നു. 2006-ൽ വളരെയധികം ചർച്ചകൾക്ക് ശേഷം ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ പ്ലൂട്ടോയെ ഡ്വാർഫ് പ്ലാനറ്റ് എന്ന് പുനർവർഗീകരിച്ചു. ഇത് വളരെയധികം ജനകീയ പ്രതിഷേധത്തിന് കാരണമായി. പക്ഷേ ശാസ്ത്രീയമായി അത് ശരിയായ തീരുമാനമായിരുന്നു. 76 വർഷമായി പ്ലൂട്ടോ ഒരു ഗ്രഹമായിരുന്നു. പാഠപുസ്തകങ്ങളിൽ 9ാമത്തെ ഗ്രഹമായി പഠിപ്പിച്ചു. എന്നാൽ ശാസ്ത്രം വികാരങ്ങളാൽ നയിക്കപ്പെടുന്നില്ല. ശാസ്ത്രം തെളിവുകളാൽ നയിക്കപ്പെടുന്നു. ഒരു ഗ്രഹം എന്താണെന്നതിൻ്റെ പുതിയ നിർവചനം പ്രകാരം അത് സൂര്യനെ ചുറ്റണം, ഗോളാകൃതിയിലായിരിക്കണം, അതിൻ്റെ ഭ്രമണപഥം മറ്റു വസ്തുക്കളിൽ നിന്ന് വൃത്തിയായിരിക്കണം. പ്ലൂട്ടോ യോഗ്യത നേടിയില്ല. 2015-ൽ നാസയുടെ ന്യൂ ഹൊറൈസൺസ് ബഹിരാകാശ പേടകം പ്ലൂട്ടോയെ സന്ദർശിച്ചു. അത് അയച്ച ചിത്രങ്ങൾ അതിശയകരമായിരുന്നു. നൈട്രജൻ ഹിമപാളികൾ, ജലഹിമപർവ്വതങ്ങൾ, നീല ആകാശം, സങ്കീർണമായ ഭൂപ്രകൃതി. പ്ലൂട്ടോ ഒരു നിർജീവമായ പാറക്കഷണമല്ല.
മറിച്ച് സജീവവും സുന്ദരവുമായ ഒരു ലോകമാണ്. വളരെ രസകരമെന്ന് പറയട്ടെ, ന്യൂ ഹൊറൈസൺസിൽ ക്ലൈഡ് ടോംബോയുടെ ചിതാഭസ്മത്തിൻ്റെ ഒരു ചെറിയ ഭാഗം പ്ലൂട്ടോയിലേക്ക് കൊണ്ടുപോയിരുന്നു. അതിനാൽ ഏതാണ്ട് അദ്ദേഹം തൻ്റെ കണ്ടെത്തലിനെ സന്ദർശിച്ചു എന്ന് തന്നെ നമുക്ക് കരുതാം. ഇന്ന് പ്ലൂട്ടോ ഒരു ഡ്വാർഫ് പ്ലാനറ്റ് ആയിരിക്കാം. എന്നാൽ അതിൻ്റെ കണ്ടെത്തൽ 20-ാം നൂറ്റാണ്ടിലെ ജ്യോതിശാസ്ത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടങ്ങളിലൊന്നാണ്. അത് കൈപ്പർ ബെൽറ്റ് എന്നറിയപ്പെടുന്ന ബഹിരാകാശത്തിൻ്റെ ഒരു പുതിയ പ്രദേശത്തിലേക്ക് നമ്മുടെ കണ്ണുകൾ തുറന്നു. നെപ്റ്റ്യൂണിനപ്പുറം ആയിരക്കണക്കിന് ഹിമപിണ്ഡങ്ങൾ സൂര്യനെ ചുറ്റുന്നു എന്ന് നമുക്ക് ഇപ്പോൾ അറിയാം. പ്ലൂട്ടോ അവയിൽ ഏറ്റവും വലുതും പ്രശസ്തവുമായ ഒന്നാണ്. പ്ലൂട്ടോ ഇപ്പോഴും സൂര്യനെ ചുറ്റുന്നു. 2178 മാത്രമാണ് പ്ലൂട്ടോ കണ്ടെത്തിയതിന് ശേഷം ആദ്യത്തെ പൂർണ്ണ ഭ്രമണം പൂർത്തിയാക്കുക. പ്ലൂട്ടോയുടെ കഥ അവസാനിച്ചില്ല. അതിപ്പോഴും തുടരുന്നു. ഇപ്പോഴും പുതിയ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നു. ഒരുപക്ഷെ ഒരു ദിവസം മനുഷ്യൻ അവിടെ നടക്കും, അവിടുത്തെ ഹിമപാളികളിൽ സഞ്ചരിക്കും, ആ നീല ആകാശം നോക്കിക്കാണും, സൂര്യനെ ഒരു ചെറിയ തിളക്കമുള്ള നക്ഷത്രമായി കാണും.